Okay, so good morning again. So ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് മോഡുലേഷൻ ആണ്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. സോ ഈ മോഡുലേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഇത്രയും വലിയ സിഗ്നിഫിക്കൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ട് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ടൈപ്സും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം. ഞാനിപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രം എടുക്കാം. നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ്. ഒരു ട്രാൻസ്മിഷനുണ്ട്, ഒരു റിസപ്ഷനുണ്ട്. അപ്പോൾ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷനും അതിൻ്റെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുമ്പോൾ ഒരു ചാനൽ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചാനൽ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച്. സോ ഇഫ് ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസ് ആർ ബോത്ത് വെരി നിയർ, നമുക്ക് ചാനൽ എന്ന് പറയുന്നത് എയർ മീഡിയം ആയാലും മതി. ഇപ്പം ഞാനും നിങ്ങളുടെ ക്ലാസ്സിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ചാനൽ എന്ന് പറയുന്ന എയർ മീഡിയമാണ്, പ്രത്യേക ആംപ്ലിഫയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം സിഗ്നലിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒരു ആവശ്യമില്ല, പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നേരെ മറിച്ച് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഉള്ള ട്രാൻസ്മിഷൻ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും അവരുടെ മൊബൈൽ ഡിവൈസസിലാണ് വരുന്നത്. അപ്പം ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി ആയിട്ട് നിങ്ങളുടെ ഈ പറയുന്ന ലിങ്ക് ഉള്ളവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് ഈ മീറ്റിംഗ് ഐ ഡി കിട്ടിയാലും ഞാൻ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു സെഷനിൽ കയറാനും പറ്റത്തുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി സെക്യൂർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ നെറ്റ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഓഡിയോ സിഗ്നൽ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. ഇപ്പം അല്ലാതെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് യാത്രയൊക്കെ ഭയങ്കര പാടാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കശ്മീർ പോകണമെന്ന് വിചാരിക്കാം. കേരളത്തിൽ നിന്ന് കശ്മീർ വേണമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ പോകാം അല്ലേ. അപ്പം നിങ്ങളാണ് കേരളത്തിൽ നിന്ന് കശ്മീരിൽ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് കേരളം, ഡെസ്റ്റിനേഷൻ കശ്മീർ. ട്രാൻസ്മിഷൻ പോയിന്റ് എന്ന് പറയുന്നത് കേരളം, റിസപ്ഷൻ എന്ന് പറയുന്നത് കശ്മീർ. അങ്ങനെ ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കശ്മീരിലെത്തും? പല മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലേ. ഒന്നുകിൽ നടന്നു പോവാം, അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ബൈക്കിൽ പോവാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കാറിൽ പോവാം, അല്ലെങ്കിൽ ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, വേണമെങ്കിൽ ഫ്ലൈറ്റിൽ പോവാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് ആണ് നിങ്ങൾ അവിടെ എത്തിക്കപ്പെടാനുള്ള പല ടൈപ്പ്. അപ്പോൾ ഈ ഒരു ട്രാവൽ മീൻസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മോഡുലേഷനായിട്ട് ഉപമപ്പെടുത്താം, കമ്പയർ ചെയ്യാം. നിങ്ങൾ ആണ് സിഗ്നൽ. ഇപ്പം ഞാനെന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിൽ നിന്ന് കശ്മീരിലോട്ട് പോകുന്നു. അപ്പോൾ എന്നെ കശ്മീരിൽ കൊണ്ടെത്തിക്കണം. അപ്പോൾ അതേപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് ഞാനെന്ന് പറയുന്ന ഉപമിക്കുന്നത് ഇൻഫർമേഷനാണ്. അപ്പം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കശ്മീരിൽ കൊണ്ടെത്തിക്കണം. അപ്പം എന്നെ മൊത്തത്തിൽ വേണം കൊണ്ടെത്തിക്കാൻ അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് വിടാം. ഡയറക്റ്റ് വിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കൂടുതൽ ടൈം എടുക്കും അല്ലേ, ചിലപ്പം വഴി തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ എടുത്തിട്ട്, ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സംസാരം എന്ന് വിചാരിക്കുക, അതെന്ന് പറഞ്ഞാൽ വളരെ സൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്. ആ ആംപ്ലിറ്റ്യൂഡിന് എനിക്ക് വളരെ കൂട്ടുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്കിപ്പോൾ സ്ക്രീന് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു ട്രാൻസ്പോർട്ട് മീഡിയത്തിനെ ആശ്രയിച്ച് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് ടേംസ് പരിചയപ്പെടുത്താം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഒരു പെയിന്റ് എടുക്കുന്നത് പറയാം. സ്ക്രീൻ ആ രീതിയിലും കൂടെ ഷെയർ ചെയ്യാം, കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ സ്ക്രീൻ ഷെയർ ആണ് എന്ന് പറയുക. ഒരു പെയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? സ്ക്രീൻ, വെള്ള സ്ക്രീൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോക്സ്. ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ എന്ന് വിചാരിക്കും. മൗസാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് വൃത്തികേടായിട്ട് കിടക്കും. ഇൻഫർമേഷനാണ് കിടക്കുന്നത്. ഇതാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓഡിയോ ആണെന്ന് വിചാരിക്കും. ഓഡിയോ ആണ് എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ എനിക്ക് ഈ ഒരു പോയിന്റ് എത്തിക്കണം. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റിന്റെ ഏറ്റവും ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. അതായത്
ഈ ഇത്രയും പോയിന്റ് ആണ് ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ എനിക്കിത് ഡയറക്റ്റ് ആയിട്ട് വിടാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒന്ന് ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ടേ വിടാൻ പറ്റത്തുള്ളൂ. ഈ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്, ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം ഇവിടെ എൻ്റെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ഞാൻ ഇങ്ങനെ എന്തോ ഒന്ന് ചെയ്തിട്ടായിരിക്കും ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സാണ് ഞാൻ പറയുന്നത് മോഡുലേഷൻ. ഓക്കെ, ഇതാണ് മോഡുലേഷൻ. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ് മോഡുലേഷൻ. ഇപ്പോൾ പല ടൈപ്പ് മോഡുലേഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റും. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും, ഇങ്ങനെ ഒരു വേവ് ഫോം കിട്ടും. ഈ ഒരു സിഗ്നലിനെ എനിക്ക് ഇപ്പുറത്ത് അതേപോലെ തന്നെ എനിക്ക് ഇവിടെ കിട്ടണം. അതാണ് എനിക്ക് വേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിമ്പിളായിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒരു സിഗ്നൽ, അതിന് ഞാൻ എക്സും വൈയും നോക്കുന്നു. ഇത് എൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഇതെൻ്റെ ടൈം. ഇങ്ങനെ ഒരു സിഗ്നൽ എനിക്ക് അയക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ സിഗ്നലുണ്ട്, ഞാൻ ഐ എന്ന് പറയും, ഈ ഒരു ഇൻഫർമേഷൻ സിഗ്നൽ ഞാൻ അതിന് വേണമെങ്കിൽ ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ ടൈപ്പും കൂടെ ചെയ്തേക്കാം. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടെ ഉള്ള സിഗ്നലിൽ ഞാൻ മോഡുലേറ്റിംഗ് സിഗ്നൽ ഓർ ഇൻഫർമേഷൻ സിഗ്നൽ എന്ന് പറയും. അത് കാണാമല്ലോ, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കണ്ടല്ലോ, മോഡുലേറ്റിംഗ് ഓർ ഇൻഫർമേഷൻ സിഗ്നൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു പ്രോസസ്സിൽ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് വളരെ ചെറിയ സിഗ്നലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് വെരി ലോ എനർജി, വെരി ലോ എനർജി സിഗ്നലായിരിക്കും ഇതിലൂടെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള സിഗ്നൽ വേണം എനിക്ക് ഇവിടെ എത്തിക്കാൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ചാനൽ വരുമ്പോൾ അത് ഇല്ലാതായി പോകും. ഇല്ലാതായി പോകുമ്പോഴത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് എവർ ഐ ഡു, ഐ ക്യാൻ ചേഞ്ച് ഫ്യൂ പാരാമീറ്റേഴ്സ് ഇൻ ഇൻഫർമേഷൻ സിഗ്നൽ. ഒരു ഇൻഫർമേഷൻ സിഗ്നൽ എനിക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം. അത് ഏതൊക്കെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്ക് ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യാം. ഇത് ഏതിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പുതിയ സിഗ്നൽ കടമെടുക്കും. ആ സിഗ്നലാണ് ഇത്രയും ഡേറ്റ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ വേറൊരു സിഗ്നലിനെ മാറ്റും. ആ മാറ്റുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന ഒരു സിഗ്നലാണ് കരിയർ സിഗ്നൽ. കരിയർ സിഗ്നൽ, ഈ കരിയർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ വെരി ലോ ആണ്. അതിനെ കൊണ്ടുപോകാനുള്ള ഒരു സിഗ്നലാണ് കരിയർ സിഗ്നൽ. ഈ കരിയർ സിഗ്നലിൻ്റെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. ആ മാറ്റുന്നതാണ് ഇത്രയും. ആംപ്ലിറ്റ്യൂഡ് മാറ്റാം, ഫ്രീക്വൻസി മാറ്റാം, അല്ലെങ്കിൽ ഫേസ് മാറ്റാം. പക്ഷെ ഈ മാറ്റുന്ന ഫാക്ടേഴ്സ് ഇതിനുള്ള ഒരു യോജിച്ചിരിക്കും. അതായത് ഈ സിഗ്നലിൻ്റെ ഫീച്ചേഴ്സിനായിട്ട് യോജിച്ചായിരിക്കും ഇരിക്കുന്നത്. ഈ സിഗ്നലിലെ ഈ ആംപ്ലിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് മാറാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച് മാറാം, അല്ലെങ്കിൽ ഫേസ് മാറുന്നതിനനുസരിച്ച് മാറാം. അപ്പോൾ ഈ കരിയർ സിഗ്നലിൽ നമ്മൾ ഈ ഒരു ഫാക്ടേഴ്സിൽ ചേഞ്ച് ചെയ്യും. പക്ഷെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിഗ്നൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാറ്റുന്നത്. അപ്പം സോ ദാറ്റ് ഈ കരിയർ സിഗ്നലിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ശരിക്കും ഹൈ എനർജി ആയിരിക്കും മെയിൻലി പറയുന്നത്. മറ്റേത് ലോ എനർജി ആയിരിക്കും, ഇത് ഹൈ എനർജി. ഹൈ എനർജി ആകുമ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കും. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ ഇവിടെ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇൻഫർമേഷൻ സിഗ്നൽ. എനിക്ക് കേസർ കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക് എൻ്റെ? അപ്പം കാണാൻ പറ്റും തോന്നുന്നു അല്ലേ? കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു സ്ഥലത്ത് ലോ എനർജിയാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഇവിടെ എത്തണം. ഫൈനലി ഈ റിസീവർ എൻഡിൽ ഇവിടെ എത്തണമെങ്കിൽ ഞാൻ ഉപയോഗിക്കാൻ പോണ ഒരു സഹായമായിട്ടുള്ള ഫ്രീക്വൻസിയാണ് കരിയർ സിഗ്നൽ. ആ കരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ വെരി ഹൈ എനർജി ആയിരിക്കും. അതാണ് ഈ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ലോ എനർജി സിഗ്നലായ ഇൻഫർമേഷൻ സിഗ്നലിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ്, ഇതാണ് ഫീച്ചർ, ഇങ്ങനെ വരുന്നതാണ് ഫീച്ചർ. ഈ ഒരു ഫീച്ചർ
നമ്മൾ ഈ കരിയർ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റും, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതാണ് ബേസിക് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലേഷന്റെ ബേസിക് നീഡ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിറ്റർ റിസീവർ കാണും. ആ ട്രാൻസ്മിറ്റർ റിസീവർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു സിഗ്നൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിൽ എത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു പോയിന്റ് അപ്പുറത്ത് എത്തിക്കുന്നത്. ഒരു എക്സാമ്പിൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണം. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് നമുക്ക് കരിയർ സിഗ്നലിന് നമുക്ക് കരിയർ സിഗ്നൽ യൂസ് ചെയ്ത് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ കരിയർ സിഗ്നലാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇൻഫർമേഷൻ സിഗ്നലാണ് നമ്മൾ എവിടെ എത്തണം? കാശ്മീർ എത്തണം. അപ്പം കേരള എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ, കാശ്മീർ എന്ന് പറയുന്ന റിസീവർ, നമ്മളെന്ന് പറയുന്ന ഇൻഫർമേഷൻ സിഗ്നല്, പ്ലെയിൻ എന്ന് പറയുന്നത് കാരിയർ സിഗ്നൽ. ഇത്രയാണ് ഒരു ബേസിക് ഐഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റർ റിസീവർ കാണും. ആ ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. വി വിൽ നീഡ് ടു യൂസ് മോഡുലേഷൻ. അപ്പോൾ നീഡ് ഓഫ് മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കാര്യങ്ങളാണ്. We can directly transmit a low energy information signal to one point to another point. So we need some techniques so that we can ensure that the information signal reaches the receiver. അതാണ് മോഡുലേഷൻ. അപ്പോൾ മോഡുലേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് AM, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, FM, PM എന്ന് പറയുന്നത്. PM എന്ന് പറഞ്ഞാൽ ഫേസ് മോഡുലേഷൻ. എനിക്ക് തോന്നുന്നു ഇത് ബേസിക് ആയിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതാണ് ഒരു മോഡുലേഷൻ്റെ ഒരു ഐഡിയ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ഓഡിയോ ഫ്രീക്വൻസി ആണെങ്കിൽ ലോങ് റേഞ്ച് ആണ്, അത് പാടായിരിക്കും കൊണ്ടുപോകാൻ. ലോ ഫ്രീക്വൻസി പറഞ്ഞാൽ വളരെ കുറവായിരിക്കും, എനർജി വളരെ കുറവായിരിക്കും. അപ്പൊ എത്തിക്കാൻ 3 ടൈപ്പ് ഉണ്ട്. അപ്പം 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. ഇത് ഇത്രയും നമ്മൾ കരിയറിന്റെ സിഗ്നൽ മാറ്റിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് മോഡുലേഷൻ പ്രോസസ് ഡിഫൈൻഡ് ബൈ ഓൾട്ടർനേറ്റിംഗ് സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ്. അപ്പം ഇൻസ്റ്റന്റിയൻ വാല്യൂസ് ഓഫ് മോഡുലേറ്റിംഗ് വേവ്. അപ്പോൾ മോഡുലേറ്റിംഗ് വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നലാണ്. പിന്നെ അതേപോലെ വേറൊരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അതൊന്നും കൂടെ ഷെയർ ചെയ്യാം. ഞാൻ നേരത്തെ കാണിച്ച ആ ഡയഗ്രത്തിൽ കുറച്ച് വാക്കുകൾ. ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞു അല്ലേ, അതേപോലെ ഈ കരിയർ സിഗ്നലിനെ പറയുന്ന വേറൊരു പേരാണ്, ഇതിന്റെ ഔട്ട്പുട്ട് വരുവാണ് വിചാരിക്കുക, ഇത് മോഡുലേറ്റഡ് സിഗ്നലാണ്. അതായത് ഈ മോഡുലേഷൻ കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ മോഡുലേറ്റഡ് സിഗ്നലാണ്. റിസീവറിൽ വരുന്നത് മോഡുലേറ്റഡ് സിഗ്നലാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു അതും മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, കരിയർ വേവ് നേരത്തെ പറഞ്ഞാൽ ഹൈ ആണ്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ഇത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യാം. മോഡുലേറ്റിംഗ് സിഗ്നലാണ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ. മോഡുലേറ്റഡ് സിഗ്നൽ ഞാനിപ്പോൾ പറഞ്ഞു. മോഡുലേഷൻ കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ടാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ. നീഡ് ഫോർ മോഡുലേഷൻ ഞാൻ പറഞ്ഞു. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ലോ ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എന്താണ് മോഡുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഷോർട്ട് ഓപ്പറേറ്റിംഗ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മോഡുലേഷൻ ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ റേഡിയേഷൻ എഫിഷ്യൻസി പറയുന്നുണ്ട്, അത് പൂർ ആണെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കത്തില്ല. ഇൻഡിഫറൻസസ് ഉണ്ടാവാൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസ് ഇരുന്ന് സംസാരിക്കുന്നു, അതേപോലെ ബാക്കി 60 പേര് സംസാരിക്കുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ 60 കുട്ടികൾക്കും ഒരു ഹെഡ്സെറ്റ് വെക്കുക. ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞാൻ പറയുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് പറയാനും പറ്റും, നിങ്ങൾ പറയുന്നില്ല എനിക്ക് പറയാനും കേൾക്കാനും പറ്റും. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇതാണ് ബേസിക്. ഇതിൽ വേറൊരു കാര്യം പറയുന്നത് ഇഫക്റ്റീവ് റേഡിയേഷൻ, ഒരു സിഗ്നലിന്റെ ഇഫക്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് കൂടുതൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്മിറ്ററിന്റെ ലെന്ത് കൂട്ടണം, അതേപോലെ റിസീവറിന്റെ ലെന്ത് കൂട്ടേണ്ടി വരും. കാരണം നമ്മൾ ലാംഡ ഡിപ്പെൻഡ് ചെയ്ത, ലാംഡ എന്ന് പറയുന്നതാണ് വേവ് ലെന്ത്. ഇപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമ്മുടെ വേവ് ലെന്തിന് ഇതാണ് പ്രൊപ്പോർഷൻ പോലെയാണ്. സോ നിങ്ങൾ ഈ ഇക്വേഷൻ പണ്ട് നേരത്തെ കാണുക, സി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്, എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെന്ത് ആണ്. സോ ആന്റിന ലെന്ത് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എൽ ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ ലാംഡ. ലാംഡ എന്ന് പറയുന്നത് 4 എന്നുള്ള രീതിയിൽ എടുക്കുവാണ്. സോ ലാംഡ ഇഫ് ഐ എം കൺസിഡറിങ് ലാംഡ ഇഫ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4 എന്ന് സങ്കല്പിക്കാം. ഇപ്പൊ സി ബൈ എഫ്, അതായത് ലെങ്ത് ഓഫ് ദ ആന്റിന എൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഒരു ലാംഡ ബൈ 4 എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ കൊണ്ടുവരും. അപ്പൊ ആ 4 താഴെ വരുന്നതാണ്.
സി ബൈ ഇവിടെ എടുക്കുകയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് സി ബൈ എഫ് ആണ്. ഞാൻ വേണമെങ്കിൽ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതല്ലാതെ എഴുതി കാണിച്ചു തരാം. ഇതിപ്പോൾ മനസ്സിലായല്ലോ. ആപ്ലിക്കേഷൻ അപ്പം നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് എഴുതാം, ലാംഡ ഇല്ലാത്തതുകൊണ്ട്. സി എന്താണ് ഇക്വേഷൻ പറഞ്ഞേ? C is equal to lambda. C is equal to F lambda. C is equal to F lambda. C is equal to F lambda. F lambda. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്, F എന്ന് പറയുന്നത് ഫ്രീക്വൻസി, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത് ആണ്, ലാംഡ. ഇതാണ് നമുക്ക് ഇൻഡയറക്ട്ലി നമ്മൾ ലെങ്ത് ഓഫ് ആന്റിന എന്ന് പറയുന്നത്. പക്ഷെ ലെങ്ത് ഓഫ് ആന്റിന എന്ന് പറയുന്നത് നമ്മുടെ ലാംഡ ബൈ 4 എന്നാണ് മിനിമം പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ എഴുതുമ്പോൾ എന്തായിരിക്കും? ലാംഡ ഇസ് ഈക്വൽ ടു സി ബൈ എഫ്. അപ്പൊ അതേപോലെ ലാംഡ ബൈ 4 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇത് ഡിവൈഡഡ് ബൈ 4 എടുക്കാം. ലാംഡ ബൈ 4 ആകുമ്പോൾ എന്താവും? ഇത് ഡിവൈഡ് ബൈ 4 ആവത്തില്ലേ? മനസ്സിലായില്ലേ? ലാംഡ ബൈ 4 എടുത്താൽ സി ബൈ 4 എഫ്. അതാണ് ഇവിടെ ഇക്വേഷൻ. സി ബൈ 4 എഫ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ 4 × ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹെർട്സിലോ വേണമെങ്കിൽ വരാം. അപ്പൊ എത്രയാണോ ഫ്രീക്വൻസി കൊടുക്കുന്നത് അത്രയും ഹെർട്സിൽ എഴുതാം. കിലോ ഹെർട്സ് ആണെങ്കിൽ × 10⁻³ എഴുതാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പം അതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ ഇത് കണ്ടല്ലോ, കാണാലോ സ്ക്രീന്. ലെങ്ത് ഓഫ് എന്ന് പറയുന്നത് λ/4 എന്നതിന്റെ സി ബൈ 4 എഫ് ആക്കി. അപ്പം 753 മീറ്റർ ഡിവൈഡ് ബൈ എഫ്. ഇത് ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ലെന്ത്, ആന്റിന ലെന്ത് കിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എത്രയാണോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആന്റിനയുടെ ലെന്ത് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വേണമെങ്കിൽ 2 മാർക്കിന്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ സർ. ഇപ്പൊ നമുക്ക് അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2 കിലോ ഹെർട്സ് ഉള്ളതാണെങ്കിൽ ആന്റിനയുടെ ലെന്ത് എത്ര വരും? അപ്പൊ അതെങ്ങനെ ചെയ്യും? 2 കിലോ ഹെർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എഫിന് അവിടെ എന്ത് കൊടുക്കണം? 2 കിലോ ഹെർട്സ്. അപ്പൊ 2 × 10⁻³ ഹെർട്സ് അല്ലേ? അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയേ. 75 × 10⁻6 ഡിവൈഡഡ് ബൈ 2 × 10⁻³ ഇപ്പൊ എത്രയായി? അല്ലെ 75 അത് ഇനി എഴുതി കാണിക്കണം. ഞാൻ പറഞ്ഞെന്താണ്? × 10⁻6 divided by 2 × 10⁻³ ക്ലിയർ ആയിട്ട് ഇപ്പൊ പറഞ്ഞെന്താണ്? 75 × 10⁻6 മേളിലുണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. ഡിവൈഡ് ബൈ എഫ് ആണ്. എഫിന്റെ സ്ഥാനത്ത് ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? എഫ് ഇസ് ഈക്വൽ ടു 2 കിലോ ഹെർട്സ്. അപ്പൊ 2 × 10⁻⁴ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോ 3 ആണ്. അപ്പൊ 2 × 10⁻³ അപ്പൊ ഈ 10⁻³ 10⁻³ പോകത്തില്ലേ? അപ്പൊ എത്ര ബാക്കി? എത്ര 10⁻³ ആയി ബാക്കി അല്ലേ? 10⁻³ × 10⁻³ അല്ലേ 10⁻6? ബാക്കി 10⁻³ ബാക്കിയായി. അപ്പൊ ഇത് എത്രയായി? 75 ഡിവൈഡ് ബൈ 2 എത്രയായി? 34.5 അല്ലേ? 34.5 ആണ്. അപ്പൊ ഫൈനൽ റിസൾട്ട് എന്താ വരുന്നത്? 34.5 × 10⁻³ ആണ്. അതിനെന്ത് പറയാം? കെ പറഞ്ഞൂടെ? കിലോ ഹെർട്സ്. കിലോ ഹെർട്സ് ആണ്. ലാംഡ എന്ന് പറയുന്നത് മീറ്റർ ആണ്.
അപ്പം 10�3 മീറ്റർ. അപ്പൊ 10�3 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കിലോമീറ്റർ അല്ലേ? സാർ 37 വരൂലേ? 37. 37.5. 37.5. ശരിയാണ്. കറക്റ്റ്. ഓക്കെ, 37. താങ്ക് യു. ഓക്കെ, 37.5 ഇൻറ്റു 10�3 ആണല്ലേ? ആണോ അല്ലേ? ആണ്. അപ്പൊ 37.5 ഇൻറ്റു 10�3 മീറ്റർ എന്ന് പറയുന്നത് 37.5 കിലോമീറ്റർ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 37.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആന്റിന ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അതായത് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പാരിപ്പള്ളി എത്താന്നുള്ള ദൂരത്തിലുള്ള ആന്റിന വെക്കാൻ പറ്റുമോ? ഫീസിബിൾ, പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ മോഡുലേഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? മോഡുലേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അല്ലേ? അപ്പൊ ട്രാൻസ്മിറ്റിംഗ് 2 kHz പറ്റത്തില്ല. അതുകൊണ്ട് പക്ഷെ നമുക്ക് സിഗ്നലിനെ 2 MHz മാറ്റാൻ വരിക. kHz ആണെങ്കിൽ പാടായിരിക്കും. പക്ഷെ മെഗാഹെർട്സിൽ മാറ്റിയാൽ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? മേളിൽ 10�6 ഉണ്ടായിരുന്നു, താഴെ 10�6 ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് കിട്ടും? 37 മാത്രമേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ? 37 മനസ്സിലായില്ലേ? അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ മോഡുലേഷന് ആവശ്യമുണ്ടെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഹ്യൂജ് ആന്റിന റിക്വയർമെന്റ് നമുക്ക് ഒഴിവാക്കാം മോഡുലേഷൻ. അപ്പൊ ഫ്രീക്വൻസി മാറ്റിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്തത് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്ന ടൈപ്സ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ. അത് ഞാൻ നേരെ ഡയഗ്രാം വെച്ച് പറയാം. ഇതാണ് നമുക്ക് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള കരിയർ സിഗ്നൽ. ഓക്കെ, ഇതാണ് നമ്മുടെ കരിയർ സിഗ്നൽ എന്ന് വിചാരിക്കാം. ഞാൻ ഇതിനൊന്ന് കോപ്പി ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ കരിയർ സിഗ്നൽ. ഞങ്ങൾക്ക് ഇവിടെ ഇതാണ് എൻ്റെ കരിയർ സിഗ്നൽ എന്ന് വിചാരിക്കാം. ഇതെന്താണ്? കരിയർ സിഗ്നൽ. അതേപോലെ നമുക്ക് അടുത്തത് മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, അപ്പൊ നമ്മള് താഴെ ഒരു കാണാൻ വയ്യ. ഞാൻ ആ സ്ക്രീൻ മാറ്റിയിട്ട് ഇപ്പൊ കാണാവോ? മോഡുലേറ്റിംഗ് സിഗ്നൽ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ട്, നമുക്കൊരു കരിയർ സിഗ്നൽ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ് നമ്മുടെ വേറെ എന്താ പേരെന്ന് പറഞ്ഞ് ഇവിടെ സിഗ്നലിന് ഇൻഫർമേഷൻ സിഗ്നൽ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? കാണാലോ? ഇതാണ്. അപ്പൊ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ഇൻഫർമേഷൻ സിഗ്നൽ ആണെന്ന് പറയാം. പിന്നെ നമ്മൾ പിന്നെ എന്ത് യൂസ് ചെയ്യും? കരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ആണല്ലോ? കരിയർ സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏത് സിഗ്നൽ കിട്ടുന്നത്? നമുക്ക് ആദ്യം ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. ആ ട്രാൻസ്മിറ്റർ നമ്മൾ ഡയറക്റ്റ് റിസീവറിൽ പോകാൻ പറ്റത്തില്ല. നമുക്ക് എന്തൊരു പെട്ടി വേണം എടുക്കുക. അതെന്തായിരുന്നു? മോഡുലേഷൻ. ഇതെന്താണ് പറയുന്നത്? അതിനെയാണ് നമ്മൾ പറയുന്നത് മോഡുലേഷൻ. ഇവിടെയാണ് മോഡുലേഷൻ നടക്കുന്നത്. ഇവിടെയാണ്. അപ്പം ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ സിഗ്നൽ ഇവിടെ കാണും. അതിനുശേഷം നമുക്ക് അവസാനം കിട്ടുന്ന ഇവിടെ എന്താണ്? മോഡുലേറ്റഡ് സിഗ്നൽ ആണ് കിട്ടുന്നത് അല്ലേ? ഇൻഫർമേഷൻ സിഗ്നൽ മോഡുലേഷൻ നടക്കും. മോഡുലേഷൻ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നലിന്റെ പേരെന്താണ്? ഈ മോഡുലേഷൻ നടക്കാൻ യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്താണ്? കരിയർ സിഗ്നൽ ആണ് മോഡുലേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതേപോലെ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിഗ്നൽ ആണ് ട്രാൻസ്മിറ്ററിൽ വരുന്നത്. അവസാനം നമ്മൾ എന്ത് കിട്ടും? ഔട്ട്പുട്ട് ആണ് മോഡുലേറ്റഡ് സിഗ്നൽ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ സിഗ്നലിനെ നമുക്ക് എങ്ങനെ ഈ കരിയർ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഇതെന്ന് പറയുന്നത് ലോ എനർജി ആണോ? ഇത് ലോ എനർജി അല്ലേ? ലോ എനർജിയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി ഹൈ എനർജി ആയിരിക്കും. അത് കാരണം ഈ ലോ എനർജി സിഗ്നലിനെ ഹൈ എനർജിക്ക് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമ്മൾക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ട് പോകാൻ പറ്റില്ല, പക്ഷെ ഒരു പ്ലെയിന് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും അല്ലേ? അപ്പം ആ പ്ലെയിനാണ് നമ്മുടെ ഈ കരിയർ. നമ്മളാണ്
ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പൊ ഇത് എങ്ങനെ ലോ എനർജി സിഗ്നലിനെ ഹൈ എനർജിയിലോട്ട് മാറ്റാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മോഡുലേഷൻ. അപ്പൊ അത് മോഡുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ലോ എനർജി സിഗ്നലിനെ ഹൈ എനർജി സിഗ്നലിലോട്ട് മാറ്റും. പക്ഷെ ലോ എനർജി സിഗ്നലിന്റെ ആ ക്യാരക്ടറിസ്റ്റിക്സ് അറിയും. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓഡിയോ ഇപ്പൊ കേൾക്കാമല്ലോ? ഓക്കെ ഓക്കെ. അതായത് ഈ ഒരു സിഗ്നലിനെ എങ്ങനെ എനിക്ക് കൊണ്ടുപോകാം, എന്താ ഇങ്ങനെ ഞാൻ കുറെ വരയ്ക്കുന്നില്ലേ, ഈ സിഗ്നൽ ഫാക്ടർ ഇതാണ് നമ്മുടെ ഫീച്ചർ. ഈ ഫീച്ചർ കാണണം. അത് ഈ ഫീച്ചർ എവിടെ ഇടണം, ഈ സിഗ്നലിലോട്ട് ഇടണം. അതാണ് നമുക്ക് ഇനി അടുത്തത് അറിയാം. അതാണ് ഈ മോഡുലേഷൻ നടക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഈ ഒരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് ഞാൻ ഇത് മാറ്റും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഈ സിഗ്നലിൽ ഞാൻ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് മാറ്റുവാണെങ്കിൽ അതെങ്ങനെ വരുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ ഇപ്പൊ അടുത്തൊരു ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയാൻ പോണത് ഒരു സിഗ്നൽ, ഇപ്പൊ ഞാൻ ഒരു പടം വരയ്ക്കാൻ പോവാണ്. ഞാനിപ്പോ പറഞ്ഞത് എന്താണ്, ഈ ഒരു സിഗ്നലിനെ നമുക്ക് എങ്ങനെ ഇതിലോട്ട് മാറ്റാം അല്ലെ. മാറ്റുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഒരു സിഗ്നലിന്റെ പേരാണ്, ഞാൻ താഴെ സ്ക്രോൾ ചെയ്യാം, മോഡുലേറ്റഡ് സിഗ്നൽ. അതാണ് നമ്മൾ വരാൻ പോകുന്നത്. ആ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. കണ്ടോ എന്താ വ്യത്യാസം വരുന്നത്? വ്യത്യാസം കണ്ടോ എന്താന്ന്? ഫ്രീക്വൻസി. അതായത് ഞാൻ ഇത്രയും കമ്പയർ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് ചെറുതാക്കുവാണേ, എന്നാലേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ എന്ത് കാണുന്ന വെച്ച് കഴിഞ്ഞാല്, ഞാൻ മേളിലൊരു ലൈൻ വരയ്ക്കുന്നേ, അതൊന്ന് ശ്രദ്ധിക്കേ. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു, ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു, ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. കണ്ടോ? മേളിൽ നിന്ന് വരച്ചാണ് ഞാൻ. ഇത് തുടക്കം, നമ്മൾ സ്റ്റാർട്ടിങ്. എല്ലാരും കാണാമോ? ഇതിന് ഞാൻ ഓരോ ലെറ്ററും കൂടെ കൊടുക്കാം. ഞാൻ ഇവിടെ ഇതിനെ 1 എന്ന് പറയാം, ഇതിന് 2 എന്ന് പറയാം, 3 എന്ന് പറയാം, ഇതിന് 4 എന്ന് പറയാം. അപ്പൊ ഞാൻ ഓരോ ലൈനിന് ഓരോ നമ്പർ കൊടുത്തേ. കണ്ടോ? അപ്പൊ ഈ ലൈൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഞാൻ റെഫറൻസ് ആണ്. ഈ ഫസ്റ്റ് സിഗ്നലിന്റെ ഈ ഒരു പോയിന്റ് നോക്കുക. എന്റെ പേന കാണാമല്ലോ അല്ലെ? ഈ ഒരു പോയിന്റ് നോക്കുക. ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞത്. പിന്നെ അതിനെ പോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉള്ളിൽ വരുവേ, ഇത് കുറച്ച് ഉള്ളിൽ വരുവേ. ഇതേപോലെ ഞാൻ പീക്ക് പോയിന്റ്, ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീക്ക് പോയിന്റ് ആണ് ഇവിടെ ഇൻഡു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോയിന്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഉള്ളതിനെക്കാട്ടും ഏറ്റവും കൂടുതലുള്ള ഹൈ ആണ് ഇവിടെ ഇരിക്കുന്നത്. ആണല്ലോ? കണ്ടോ? കണ്ടോ? മനസ്സിലായോ? അപ്പം അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും ഇങ്ങനെ കൂട്ടി 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 വന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും കുറഞ്ഞു. കണ്ടോ? ഇവിടെ വീണ്ടും കുറഞ്ഞു. ഏറ്റവും ഇതാ ഡൗൺ പോയപ്പോഴത്തേക്ക് ഏറ്റവും മിനിമം പോയിന്റ് 4 കണ്ടോ? ഏറ്റവും കുറഞ്ഞു. അതാണ് വി മിനിമം ആയത്. കണ്ടോ? ഒരു വി മിനിമം വന്നു. വി മിനിമം എപ്പോഴാണ് വന്നത്? ഏറ്റവും ലോ വോൾട്ടേജ് ആയപ്പോൾ വി മിനിമം വന്നു. അതേപോലെ ഏറ്റവും ഹൈ വോൾട്ടേജ് ആയപ്പോൾ എന്താണ്? വീണ്ടും മാക്സ് വന്നു. കണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായില്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്തു? ഈ താഴത്തെ കരിയറിനെ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്തു? ഇവിടത്തെ വലിയ വോൾട്ടേജും ചെറിയ വോൾട്ടേജും എന്നുള്ള രീതിയിൽ മാറ്റി അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സിഗ്നൽ കൊണ്ടുപോകും. അതായത് ഒന്നുകൂടെ പറയാനുള്ളത്, ഇങ്ങനത്തെ ഉള്ള സിഗ്നൽ നമ്മൾ. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ എടുത്ത് വീണ്ടും ഇട്ടതാണേ. മനസ്സിലായോ?
പുതിയത് ഒന്നും കൂടെ കാണിക്കാനാണ് ഒന്നും കൂടെ ഇങ്ങനെ ഇട്ട്. അപ്പം ഈ ഒരു സിഗ്നൽ നോക്കുവാണെങ്കിൽ ആദ്യം ലോ, ഇത് ഇവിടെ ഹൈ, ഇവിടെ ഹൈ, ഇവിടെ എല്ലാം ഹൈ ആണ്. ഈ എല്ലാം ഹൈ ഏതാ സിഗ്നിഫൈ ചെയ്യുന്നത്? ഈ ഒരു ഹൈ ആണ്. മനസ്സിലായോ? ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ലോ. അതാണ് ഇവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഇത് ലോ, ഇതും ലോ അല്ലേ? ക്രോസ് ഇട്ടത്. ഇത് ലോ, ഇതും ലോ. അപ്പൊ ഇവിടത്തെ ഈ ലോവും ഇവിടത്തെ ഈ ലോ ഒന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ കരിയർ സിഗ്നലിനെ നമ്മൾ എന്തായിട്ട് മാറ്റി? ഒരു ആംപ്ലിറ്റ്യൂഡ് കുറച്ചും കൂട്ടിയും കുറച്ചും കൂട്ടിയായിട്ട് മാറ്റി. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടേക്കുന്നത് ഇതാണ് AM സിഗ്നൽ. മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ സിഗ്നൽ ഉണ്ടായിരുന്നു, മോഡുലേഷൻ സിഗ്നൽ. അത് നമ്മൾ കരിയർ സിഗ്നലിന്റെ ഹെൽപ്പോട് കൂടി ഈ കരിയർ സിഗ്നലിൽ നമ്മൾ മോഡിഫൈ ചെയ്യും. അപ്പൊ അയക്കുന്ന ഈ കരിയർ സിഗ്നലാണ്. പക്ഷെ ഇത് ഇതേപോലെ അയക്കത്തില്ല. ഈ കരിയർ സിഗ്നലിനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത് ഈ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫോർമാറ്റ് ഇവിടെ കാണാം, ശ്രദ്ധിക്കോ. അപ്പൊ ഞാൻ ഈ ആംപ്ലിറ്റ്യൂഡ്, ഈ സിഗ്നൽ ഞാൻ വീണ്ടും കോപ്പി ചെയ്യാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇടുന്നു, ഈ സിഗ്നൽ ഇടുന്നു. ഇത് നോക്കുവാണെങ്കിൽ കരിയർ സിഗ്നലാണ്. കരിയർ സിഗ്നലിന് ഞാൻ ഇതിനെ വേണമെങ്കിൽ ഈ ഒരു സിഗ്നൽ ഒന്നുകൂടെ ഇടാം. അതായത് ഇവിടെ ഒന്നുകൂടെ ഇടാം. ഇതാണ് നമ്മുടെ മോഡുലേറ്റഡ് സിഗ്നൽ അല്ലേ? മോഡുലേറ്റഡ് സിഗ്നൽ, അതാണ് നമുക്കിവിടെ ഔട്ട്പുട്ട് ആയിട്ട് കാണുന്നത്. മോഡുലേറ്റഡ് സിഗ്നൽ. ഈ മോഡുലേറ്റഡ് സിഗ്നലിൽ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രഷ് എടുത്ത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടോ? ഇങ്ങനെ വരയ്ക്കുന്നുണ്ടോ? കണ്ടോ? കണ്ട്. ഇത് എവിടെയെങ്കിലും പരിചയമുണ്ടോ ഇങ്ങനെ വരയ്ക്കുമ്പോൾ? ഇത് ആക്ച്വലി നമ്മുടെ ഇവിടത്തെ മോഡുലേറ്റിംഗ് സിഗ്നൽ പോലെ ഇല്ലേ കാണാൻ? ഉണ്ട്. കണ്ടോ? അപ്പൊ ശരിക്കും നമ്മൾ ഈ ഒരു AM സിഗ്നൽ വെച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ വേണമെങ്കിൽ ഡീമോഡുലേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അവസാനം നമ്മൾ ഇതിനെ മോഡുലേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനെ തിരിച്ച് സിഗ്നൽ കിട്ടണമെങ്കിൽ ഡീമോഡുലേറ്റ് ചെയ്യണം. ഈ സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരു വേവ് ഫോം, ഈ ഒരു പാറ്റേൺ ഉള്ള പോലെ ഇങ്ങനെ കിട്ടും. ഇതല്ലേ നമ്മുടെ ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ. ഇതാണ് AM. കാര്യം മനസ്സിലായോ? ഓക്കെ സാർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താണോ കിട്ടിയ അതിന്റെ ഇൻഫർമേഷൻ സിഗ്നൽ. അപ്പൊ ഇങ്ങനെ ഡീമോഡുലേറ്റ് ചെയ്ത് എടുക്കുന്നെങ്കിൽ അതിന് പേര് പറയുന്നതാണ് എൻവലപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് അനുസരിച്ച് നമ്മൾ ഈ AM സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്ത് എടുക്കും. അതൊന്നുമില്ല, ഒരു ഡയോഡിന്റെ പോലത്തെ ഒരു സർക്യൂട്ടാണ്. ഡയോഡിന്റെ സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇപ്പൊ താഴത്തുള്ള ഒരു സിഗ്നൽ കാണുന്നില്ലേ, അതിനെ ആദ്യം നമ്മൾ ഇല്ലാതാക്കും. ഇങ്ങനെ ഇല്ലാതാക്കും. അപ്പൊ മേളത്തുള്ള സിഗ്നൽ മാത്രം കിട്ടും. മേളത്തുള്ള സിഗ്നൽ മാത്രം ഈ ഒരു എൻവലപ്പിനെ നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു എൻവലപ്പിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്തെടുക്കാം. അതാണ് എൻവലപ്പ് ഡിറ്റക്ടർ സർക്യൂട്ട്. അത് വെച്ച് നമുക്ക് ഈ ഒരു സിഗ്നൽ നമുക്ക് തിരിച്ചു. ഇതാണ് AM മോഡുലേഷൻ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ സാർ. ഇനി ഇതേപോലെയാണ് നമുക്ക് അടുത്ത വരുന്നത്. അടുത്തെന്ന് പറയുന്നത് ഇനി പെട്ടെന്ന് തീരും. ഈ AM മനസ്സിലായല്ലോ. അതേപോലെ ഇനി അടുത്ത FM. ഇപ്പൊ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? ഇനിയിപ്പം സ്ക്രീനിൽ ഞാൻ അടുത്ത് പറയുന്ന FM പറയാൻ പോവാണ്. FM ഞാനിപ്പോ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ അല്ലേ? നേരത്തെ കണ്ടേ, ഇപ്പൊ സെലക്ട് ചെയ്തത്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ കരിയർ സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്താൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇപ്പൊ നോക്കിയാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സിഗ്നൽ എന്താണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? സൈക്കിൾ കുറച്ചും കൂടെ അടുപ്പിച്ച് കിടപ്പുണ്ട്, ചിലപ്പോൾ ദൂരെ കിടപ്പുണ്ട് അല്ലേ? ആണോ അല്ലേ? അപ്പൊ ഇങ്ങനെ അടുപ്പിച്ച് കിടക്കുന്ന വേണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് സൈഡിൽ, ഇപ്പൊ ഇത് കുറച്ച് തെറ്റുണ്ടെന്ന് തോന്നുന്നു, പോസിറ്റീവ് സൈഡിലെ എണ്ണം കുറവും നെഗറ്റീവ് സൈഡിലെ എണ്ണം കൂടുതലും അല്ലേ കിടക്കുന്നത്? വേണമെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ അതൊന്നും കൂടെ മറ്റേ ഡ്രോയിങ്ങിൽ വരയ്ക്കാം. ഇതാണ് നമ്മുടെ
ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ. അതേപോലെ ഞാൻ അടുത്ത് ഇനി കോപ്പി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കരിയർ സിഗ്നലാണ് കോപ്പി ചെയ്യാൻ പോകുന്നു. ഇതാണ് നമ്മുടെ കരിയർ സിഗ്നലിന്. ഇനി നമുക്ക് എങ്ങനെ ഇതിലുള്ള മോഡുലേറ്റഡ് വേവ്സ് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നൽ നോക്കാം. ഇത് നോക്കുക. ഇത് നോക്കുമ്പോഴത്തേക്ക് പോസിറ്റീവ് സൈഡ് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഫ്രീക്വൻസി കൂടി അല്ലേ? ഈ ഒരു സൈഡ് എടുത്ത് നോക്കാം. ഇത്രയും ഇതിനെ കമ്പയർ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഞാനൊരു പെട്ടി തന്നെ എടുക്കാം. ഇത്രയും നോക്കുക. ഇത് പോസിറ്റീവ് സൈക്കിളാണ്, കണ്ടോ? പോസിറ്റീവ് സൈക്കിളില് നമ്മൾ കരിയർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ കരിയർ നമ്മൾ എങ്ങനെ മോഡിഫൈ ചെയ്തു? കൂടുതൽ ഫ്രീക്വൻസി ഇവിടെ അല്ലേ വന്നേ, അല്ലേ? കൂടുതൽ ഫ്രീക്വൻസി ഇവിടെ വന്നു. നടുക്ക് ഹൈ ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ ഇവിടെ ഹൈ വന്നു, കണ്ടോ? അപ്പൊ താഴെ എന്താണ് വന്നത്? കൂടുതൽ ഫ്രീക്വൻസി കൂടി വന്നില്ലേ? ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. മനസ്സിലായോ? അപ്പം ഒരു കൂടുതൽ ഫ്രീക്വൻസി ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരും. അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡീമോഡുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പൊ കരിയർ സിഗ്നൽ എന്തായി? ഫ്രീക്വൻസി അടുപ്പിച്ചിട്ട് നമ്മൾ അപ്പൊ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് വരയ്ക്കാം. അപ്പൊ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പതുക്കെ കൂടി വരുന്നു, ഫ്രീക്വൻസി ഏറ്റവും കൂടി, പിന്നെ വീണ്ടും കുറഞ്ഞു വരുന്നു. അങ്ങനെ നമുക്കിത് ഡീമോഡുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? പിന്നെ താഴോട്ട് വരുമ്പോൾ വീണ്ടും കുറഞ്ഞു വരുന്നു, ഇവിടെ ഏറ്റവും കൂടി, വീണ്ടും കൂടി വരുന്നു, കുറഞ്ഞു വരുന്നു, ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡീമോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് മോഡുലേഷൻ ആണ് ഫ്രീക്വൻസി മോഡുലേഷൻ. കാരണം എന്താണ്? ഫ്രീക്വൻസിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്താ ചെയ്തത്? ആംപ്ലിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്തത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇതാണ് നമ്മള് ഫ്രീക്വൻസി. ഇനി അടുത്തത് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ഞാൻ മറ്റേ ക്ലാസ്സും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങളെ വർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പം എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഒരു ഫൈനൽ സെഷൻ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാം നമുക്ക് എല്ലാവരും കൂടെ. അപ്പൊ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തു. ഫോട്ടോ എടുത്തിട്ട് ശ്രീജിത്തെ ഫോട്ടോ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ഉടുപ്പൊന്നും ഇട്ടിട്ട് വന്നില്ല. ഉടുപ്പാണെന്ന് തോന്നുന്നു. ശ്രീഹരി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ശ്രീഹരി ഉണ്ടായിരുന്നോ? റെഡി ആവുമ്പോ പറയാം അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇന്ന് നമ്മൾ എന്താ പഠിച്ചത്? ഹരികൃഷ്ണന്, ആരോമല്, അനന്തു, അജീബ് ഇട്ടിട്ട് പോയെന്ന് തോന്നുന്നല്ലോ. ഹരികൃഷ്ണ, ആരോമൽ, അനന്തു, അജീബ് ഉണ്ടോ? ഈശ്വരാണോ? ആർക്കും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റാറ്റസ് കണ്ടോ? ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്താ പഠിച്ചേ? മോഡുലേഷൻ. ഇനി കിരണ് പറയണ്ട, ബാക്കിയുള്ളവർ പറയട്ടെ. എന്താ മിലനെ ഫസ്റ്റ് പറയാനുള്ളത്? നിങ്ങള് അറിയാത്ത സമയത്ത് എല്ലാരും വരുന്ന സമയത്ത് ഞാൻ എടുക്കും. ഹരികൃഷ്ണൻ എന്ത് പറ്റി? മുടിയൊക്കെ പൊങ്ങിയിരിക്കുകയാണല്ലോ അവിടെ. ഹരികൃഷ്ണൻ രാവിലെ കുളി നനവൊന്നും ഇല്ലേ? മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കണം, തെക്ക് വടക്കൊക്കെ പോയിരിക്കുകയാണല്ലോ. ഇപ്പൊ എന്താ നമ്മള് പഠിച്ചേ?
മോഡുലേഷൻ. മോഡുലേഷൻ. എന്തൊക്കെ ടൈപ്പ് മോഡുലേഷൻ പഠിച്ച? ഫ്രീക്വൻസി. എന്തൊക്കെ മോഡുലേഷനാണ് പഠിച്ചത് നമ്മള്? ആംപ്ലിറ്റ്യൂഡ്. ശ്രീജിത്തെ ഇവിടെ അല്ലല്ലോ, വേറെ ഡിസ്ട്രാക്റ്റഡ് ആണല്ലോ. മൈക്ക് മ്യൂട്ടാന്ന് തോന്നുന്നു ശ്രീജിത്തിന്റെ, കേൾക്കാൻ വയ്യ. എനിക്കൊന്ന് ഹെഡ്ഫോൺസ് ഇല്ല അല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു കേൾക്കാത്ത. ഞാൻ പറഞ്ഞ വല്ലതും കേട്ടായിരുന്നോ നീ? അതാ വെള്ളത്തിൽ വരെ വരച്ച വരയായിപ്പോയോ? ഇല്ല, കേട്ടില്ല. ശരി, അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ? ആർക്കൊന്നും ഇല്ലേ പറയാൻ? സിനിമ കാണാൻ വേണ്ടി ഡേറ്റ കളയാതെ പിള്ളേര് പറഞ്ഞു. ഏതാ? ഏതാ? ഇപ്പൊ എല്ലാരും ക്യാമറ കാണുന്നുണ്ടാന്ന് തോന്നുന്നു, മുടിയും ചീവിക്കൊണ്ടിരിക്കുന്നു.